ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മുടെ ഫിസിക്സിൽ ഓണം എക്സാമിന് ചോദിക്കുന്ന ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളൊരു 30 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, സോ എന്താണ് ലെൻസ്? ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പാരന്റ് മീഡിയം ആണ് ആൻഡ് അതിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ സ്ഫിയേഴ്സിന്റെ പാർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പാരന്റ് മീഡിയം ആണ്, അതുപോലെ തന്നെ ലെൻസിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ സ്ഫിയേഴ്സിന്റെ പാർട്ട് ആയിരിക്കും. നമുക്ക് ഡയഗ്രം നോക്കാം. ഇത് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഡയഗ്രം ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ട്രാൻസ്പാരന്റ് മീഡിയം ആണ് ആൻഡ് ഇതിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകളാണ് ഇത് രണ്ടും ഈ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകളാണ്. അപ്പൊ ഈ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ രണ്ടും സ്ഫിയേഴ്സിന്റെ പാർട്ട് ആയിരിക്കും. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിൽ വന്നാൽ ഈ റിഫ്രാക്റ്റിംഗ് സർഫസുകളെല്ലാം രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകളും സ്ഫിയേഴ്സിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫോർ എ കോൺവെക്സ് ലെൻസ് അതിന്റെ മിഡിൽ പോർഷൻ ആയിരിക്കും തിക്കർ. ഓക്കെ, സോ ഇത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ മിഡിൽ പോർഷൻ ആണ് തിക്കർ. പക്ഷെ കോൺകേവ് ലെൻസിന്റെ എഡ്ജുകളാണ് തിക്കർ ആയിട്ടുള്ളത്. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ എഡ്ജുകളാണ് തിക്കർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി മാഗ്നിഫൈഡ് ആയിട്ട് ഒബ്ജക്റ്റുകളെ കാണിക്കുന്നതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇത് നമ്മളിപ്പോൾ പഠിക്കും. ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ട് ഒബ്ജക്റ്റിനെ കാണിക്കുന്നതാണ് കോൺകേവ് ലെൻസ്. പിന്നെ കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അതിനെ കൺവെർജൻസ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഇനി കോൺകേവ് ലെൻസിലോ ഡൈവേർജ് ചെയ്യാണ് ചെയ്യുന്നത്, ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ നമ്മൾ ഡൈവേർജൻസ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ്, ലെൻസുമായി റിലേറ്റ് ചെയ്തുള്ള ഇമ്പോർട്ടന്റ് ടേംസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഒപ്റ്റിക് സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലെൻസിന്റെ മിഡ് പോയിന്റിനെയാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കോൺകേവ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ ആണ്, ഇത് കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ആണ് ഒപ്റ്റിക് സെന്റർ. ഇനി സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്റ്റിംഗ് സർഫസുകളൊക്കെ സ്ഫിയേഴ്സിന്റെ പാർട്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ സ്ഫിയേഴ്സിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഡയഗ്രം നോക്കാം. ഈ കോൺകേവ് ലെൻസിന്റെ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകളും രണ്ട് സ്ഫിയേഴ്സിന്റെ പാർട്ടാണ്. അപ്പൊ ഈ സ്ഫിയേഴ്സിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ C1 ആൻഡ് C2 എന്താണ്? ഈ ലെൻസിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇനി കോൺവെക്സ് ലെൻസിലായാലോ ഈ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകളും രണ്ട് സ്ഫിയേഴ്സിന്റെ പാർട്ടാണ് ആൻഡ് ഈ സ്ഫിയേഴ്സിന്റെ സെന്ററിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നു. സോ C1 ആൻഡ് C2 ഈ കോൺവെക്സ് ലെൻസിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, ഇനി ഒപ്റ്റിക് ആക്സിസ്, ഇതൊരു ഇമാജിനറി ലൈൻ ആണ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഓക്കെ, അപ്പൊ ഒപ്റ്റിക് സെന്ററിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർച്ചർ, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം അപ്പർച്ചർ എന്താണെന്നുള്ളത്. സോ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഏരിയയിൽ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ലെൻസിന്റെ അപ്പർച്ചർ. ഓക്കെ, അപ്പോൾ ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ ആ ലെൻസിന്റെ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്യാമറയിലൊക്കെ നമ്മൾ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അപ്പർച്ചർ കൺട്രോൾ ചെയ്യുന്നതിലൂടെ ആ ലെൻസിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്തും. സോ ഫോർ എ കോൺവെക്സ് ലെൻസ് നമ്മൾ പറഞ്ഞു ലൈറ്റ് റേസിനെ കോൺവെക്സ് ലെൻസ് കൺവേർജ് ചെയ്യിക്കുമെന്ന്. അപ്പോൾ ഒപ്റ്റിക് ആക്സിസിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് അത് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യും. ഓക്കെ, കോൺവെക്സ് ലെൻസ് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേസ് അത് റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്തും ഓഫ് എ കോൺവെക്സ് ലെൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് കൺസിഡേർഡ് റിയൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലൈറ്റ് റേസ് ആർ ആക്ച്വലി കൺവേർജിങ്. കേട്ടോ,
പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ ശേഷം ആക്ച്വലി കൺവെർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആണ്. ഓക്കെ, നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു ലെൻസ് എടുക്കുന്നു, കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് ഒരു സ്ക്രീനിൽ നിങ്ങൾ സ്ക്രീനിൽ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെൻസ് മുതൽ ഇമേജ് ഫോം ചെയ്ത സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫോക്കൽ ലെങ്ത് എന്താ നമ്മൾ കണ്ടു, ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ ആണല്ലോ? ഇനി കോൺകേവ് ലെൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ്, ഡൈവേർജ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സോ ലൈറ്റ് റേസിനെ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും, അത് ഡൈവേർജ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, പാരലൽ ആയിട്ട് വരുന്ന ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ഓക്കെ, അപ്പോ റിഫ്രാക്ഷന് ശേഷം ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. നമ്മുടെ കോൺവെക്സ് ലെൻസിലെ പോലെ അത് ആക്ച്വലി ഒരു പോയിന്റിൽ പോയിട്ട് കൺവെർജ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദി ഒപ്റ്റിക് ആക്സിസ് ഓൺ ദി സെയിം സൈഡ്. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു എന്ത് ചെയ്തത്, കൺവെർജ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താണ്, ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദി ഒപ്റ്റിക് ആക്സിസ് ഓൺ ദി സെയിം സൈഡ്. സോ ഈ പോയിന്റിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വിർച്വൽ ആണ്. ബിക്കോസ് ഇത് ആക്ച്വലി കൺവെർജ് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് തോന്നുകയാണ്. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വിർച്വൽ ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഫോർമേഷനിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. അത് നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. സോ നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. സോ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, കോൺവെക്സ് ലെൻസിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പോ റിഫ്രാക്ഷന് ശേഷം എങ്ങനെയായിരിക്കും അത് പോകുന്നുണ്ടാവുക, ഇറ്റ് പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ അതർ സൈഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ മിററിൽ തട്ടുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു, ഏത് വഴി പോകും, പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി അതർ സൈഡ് വഴി പോകും. ഓക്കെ, സെക്കൻഡ് എന്താണ്, റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി ഒപ്റ്റിക് സെന്റർ. സോ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് അത് അൺഡീവിയേറ്റഡ് ആയിട്ടാണ് പോവുക. ഓക്കെ, സോ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്നത് ഡീവിയേറ്റ് ചെയ്യുന്നില്ല. അടുത്ത എന്താണ്, റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ഫോക്കസ് ഓൺ ദി സെയിം സൈഡ് ഓൺ ദി ഒബ്ജെക്ട്, അത് റിഫ്രാക്ട് ചെയ്തിട്ട് എങ്ങനെ പോകും, എമർജസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ പോകും, ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് പോകും. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് ഡിഫറെന്റ് പൊസിഷനിൽ ഞാൻ ഒബ്ജക്റ്റ് വെക്കുന്നു. അങ്ങനെ ഡിഫറെന്റ് പൊസിഷനിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, ആ ഫോം ചെയ്യുന്ന ഇമേജിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സൈസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. സോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യും. അത് വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള, ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഇനി എന്താണ് നേച്ചർ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ലെൻസിൽ ഞാൻ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇനി ബിയോണ്ട് 2f1. ഓക്കെ, സോ ഒരു സൈഡിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ f1 എന്നും അതർ സൈഡിലുള്ള f2 എടുക്കുന്നു. ഓക്കെ, സോ ബിയോണ്ട് 2f വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ f2 ആൻഡ് 2f2 ആയിരിക്കും. ഓക്കെ, f2 ആൻഡ് 2f2 മീൻസ് അതർ സൈഡിൽ. ഓക്കെ, അപ്പൊ ഫോക്കസിനും 2f-നും ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ വെച്ചു, ഫോക്കസിൽ ഫോം ചെയ്തു, ഹൈലി ഡിമിനിഷ്ഡ് ആണ്, റിയൽ ഇൻവേർട്ടഡ് ആണ്. അതിനുശേഷം ഞാൻ ബിയോണ്ട് 2f വെച്ചു, അപ്പൊ f-നും 2f-നും ഇടയിൽ ഇമേജ് ഫോം ചെയ്തു, ഡിമിനിഷ്ഡ് ആണ്, അതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, ഇനി ഞാൻ 2f-ൽ വെച്ചു. 2f-ൽ വെച്ച് കഴിഞ്ഞാൽ 2f-ൽ തന്നെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക, അത് സെയിം സൈസ് ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 2f-ൽ വെച്ച് കഴിഞ്ഞാൽ 2f-ൽ ഇമേജ് ഫോം ചെയ്യുന്നു, സെയിം സൈസ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഇനി ബിറ്റ്വീൻ f1 ആൻഡ് 2f1 ഞാൻ വെച്ചു. അപ്പൊ എവിടെയായിരിക്കും നിങ്ങൾ പറ, നമ്മൾ നേരത്തെ ബിയോണ്ട് 2f1 വെച്ചപ്പോൾ
ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fലാണ് ഇമേജ് ഫോം ചെയ്തത്. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fൽ ഞാൻ ഒബ്ജക്റ്റ് വെച്ച സമയത്ത് ബിയോണ്ട് 2F2ലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. എനിക്ക് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, എനിക്ക് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, ഇതിന്റെ റേ ഡയഗ്രം നിങ്ങൾ നോക്കി പോണം. സോ ബിയോണ്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fൽ വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 2Fൽ കിട്ടുന്നു, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ ഫോക്കസിൽ വെച്ചു. ഫോക്കസിൽ വെച്ച സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. നിങ്ങൾ ഡയഗ്രം നോക്കൂ. ഓക്കെ, സോ അറ്റ് ഇൻഫിനിറ്റി ഇങ്ങനെ പോയി 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 ഇൻഫിനിറ്റിയിൽ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺവെർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എഫിൽ ഫോക്കസിൽ വെക്കുന്ന സമയത്ത് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇൻഫിനിറ്റിയിൽ പോയിട്ട് കൺവെർജ് ചെയ്യുന്ന സമയത്ത് ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഹൈലി എൻലാർജ്ഡ് ആണ്, അതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ ഞാൻ എന്റെ ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ O. ആ കേസിൽ മാത്രമേ ഒരു കോൺവെക്സ് ലെൻസിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ? വിർച്വൽ ആൻഡ് ഇറക്റ്റഡ് ഇമേജ് കിട്ടുന്നുള്ളൂ. ഓക്കെ, വിർച്വൽ ആൻഡ് ഇറക്റ്റഡ് ഓർ അപ്രൈറ്റ് ഇമേജ് കിട്ടുന്നത് എവിടെ വെക്കുമ്പോഴാണ്? പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് എനിക്ക് സെയിം സൈഡിൽ. ഓക്കെ, കണ്ടോ നിങ്ങൾ? പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ ഞാൻ ഒബ്ജക്റ്റ് വെച്ചു. AB നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സെയിം സൈഡിലാണ് എനിക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. എന്താണ് നേച്ചർ? അത് വിർച്വൽ ഇമേജ് ആണ്, ആൻഡ് അപ്രൈറ്റ് ആണ്, അല്ലെങ്കിൽ ഇറക്റ്റഡ് ആണ്, ആൻഡ് എൻലാർജ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ എന്താ നമുക്ക് നോക്കാം. സോ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് തന്നെയുണ്ട്. എന്തൊക്കെയാണ്? റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ്. എന്ത് സംഭവിക്കും? റിഫ്രാക്ഷന് ശേഷം അപ്പിയേഴ്സ് ടു ഡൈവേഴ്സ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, സോ നേരത്തെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ആക്ച്വലി അത് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും ആയിരുന്നു. കോൺകേവ് ലെൻസിൽ അത് അപ്പിയേഴ്സ് ടു ഡൈവേഴ്സ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി പാസിംഗ് ത്രൂ the lens directed towards the principal focus on the other side. Okay, parallel to principal axis. Okay, എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു പാരലൽ ആയിട്ട് ലെൻസിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. അതെന്താണ്? അപ്പിയേഴ്സ് ടു ഡൈവേഴ്സ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. അത് പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നു. ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അൺഡീവിയേറ്റഡ് ആയിട്ടും പോകുന്നു. ക്ലിയർ ആണല്ലോ? സോ ഇമേജ് ഡയഗ്രാം അത് ഞാൻ ഇൻഫിനിറ്റിയിൽ വെക്കുന്നു. ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് ആണ്, വളരെ ഡിമിനിഷ്ഡ്, പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് എനിക്ക് കിട്ടുക. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഓക്കെ, സോ കോൺകേവ് ലെൻസിൽ വിർച്വൽ ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എവിടെ വെക്കുന്നത്? ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ വെക്കുന്നു. ആ കേസിൽ എവിടെയാണ്? ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് എനിക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ എൻ്റെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ എനിക്ക് ഇമേജ് ഫോം ചെയ്യുന്നു. ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് റിയൽ ആൻഡ് വിർച്വൽ ഇമേജസ്? സോ റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നു. റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് ആക്ച്വലി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വിർച്വൽ ഇമേജ്? വിർച്വൽ ഇമേജിൽ നമ്മൾ കോൺകേവിൽ കണ്ട പോലെ തന്നെ ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ്, അല്ലേ? സോ ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല, ബട്ട് ദേ അപ്പിയേഴ്സ് ടു മീറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. സോ അതാണ് വിർച്വൽ ഇമേജ്. ഇനി റിയൽ ഇമേജ് എനിക്ക് ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ വിർച്വൽ ഇമേജ് എനിക്ക് ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, യൂഷ്വലി ഇൻവേർട്ടഡ് ആണ് റിയൽ ഇമേജ്. വിർച്വൽ ഇമേജ് ഓൾവേസ് അപ്രൈറ്റ് ആണ്. ഓക്കെ, ഇനി ദ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ലെൻസ്. നമ്മൾ കോൺവെക്സിൽ കണ്ടു. കോൺവെക്സിൽ എന്താണ്? കോൺവെക്സിൽ ഒരു കേസിൽ മാത്രമേ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ. ആ കേസിൽ എവിടെയാണ്? സെയിം സൈഡ് ആണ്, അല്ലേ? സെയിം സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള കേസിൽ റിയൽ ഇമേജസ് ഒക്കെ എവിടെയാണ്? ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ലെൻസ് ആണ്. പക്ഷേ വിർച്വൽ ഇമേജ് എന്താണ്? ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ലെൻസ് ആസ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്. റിയൽ ഇമേജ് ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഓൺ ദി അതർ സൈഡിലാണ്
റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഇമേജ് ഫോംഡ് ഓൺ എ സിനിമ പ്രൊജക്ഷൻ സ്ക്രീൻ ഓർ ദി റെറ്റിന ഓഫ് അവർ ഐസ്. വിർച്വൽ ഇമേജിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മളൊരു മാഗ്നിഫൈയിങ് ഗ്ലാസ്സിലൂടെ കാണുന്ന നമ്മുടെ ഫേസ് കാണുകയാണെങ്കിൽ അത് എന്താണ്? വിർച്വൽ ഇമേജിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ലെൻസ് ഇക്വേഷനിലേക്ക് കിടക്കാം. സോ ലെൻസ് ഇക്വേഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സിമ്പിൾസ് പഠിക്കണം. യു എന്താണ്? യു ഇൻഡിക്കേറ്റ്സ് ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്ട്. ഒ ബി ആണ് എൻ്റെ ഒബ്ജക്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു. വി എന്താണ്? വി ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ആൻഡ് ഫോക്കൽ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് വെച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ലെൻസിൽ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈൻ കൺവെൻഷൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സോ എന്താണ് ഇത് പറയുന്നത്? നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ്. ഓക്കെ, സോ എല്ലാ ഡിസ്റ്റൻസും ഞാൻ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദി ഒബ്ജക്ട്. വി എന്ന് പറഞ്ഞാലോ ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദി ഇമേജ്. ഫോക്കൽ ലെങ്ത് എന്താണ്? ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, സോ എല്ലാ ഡിസ്റ്റൻസുകളും ഞാൻ എവിടെ നിന്ന് മെഷർ ചെയ്യുന്നു? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മെഷർ ചെയ്യുന്നു. ഇനി ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവും, ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളെല്ലാം നെഗറ്റീവുമായിരിക്കും. ഓക്കെ, ഇപ്പോ ഡയഗ്രം നോക്കാം. ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ, നീലയിലുള്ള ഇൻസിഡന്റ് റേ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പൊ ഞാൻ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നു. ഇൻസിഡന്റ് റേ ഇങ്ങോട്ട്, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇങ്ങോട്ട്. അപ്പൊ ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. അപ്പൊ ഇവിടെ യു എത്രയായി? യു -25 സെന്റിമീറ്റർ ആയി. ക്ലിയർ ആണല്ലോ? ഇനി സെയിം ഡയറക്ഷനിൽ ഇപ്പോ ഇവിടെ എന്താണ്? ഇവിടെ ഇതാണ് എന്റെ ഇമേജ്. സോ ഇൻസിഡന്റ് റേ ഇങ്ങനെ പോകുന്നു. ഞാൻ നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങനെ, അതായത് ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷനിൽ ഞാൻ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്റെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഇവിടെ വി എന്തായി? വി +100 ആയി. ക്ലിയർ ആണോ? ഓക്കെ, സോ ഡിസ്റ്റൻസ് മെഷേർഡ് എബവ് ദി ഒപ്റ്റിക്കൽ ആക്സിസ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ബിലോ ഷുഡ് ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അഗൈൻ ഡയഗ്രം നോക്കാം. സോ ഇതെന്താണ്? എച്ച് ഒ എന്തായി? എച്ച് ഒ പോസിറ്റീവ് ആയി, ബിക്കോസ് ഞാൻ ഒപ്റ്റിക് ആക്സിന്റെ എബവ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. ഇവിടെ എച്ച് ഐ എന്താണ്? എച്ച് ഐ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ മൈനസ് ആണ്, ബിക്കോസ് ഞാൻ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന്റെ ബിലോ ആണ് ഈ എച്ച് ഐ മെഷർ ചെയ്തത് അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് മെഷർ ചെയ്തത്. ക്ലിയർ ആണല്ലോ കാർട്ടീഷ്യൻ കൺവെൻഷൻ? സോ അത്രേ ഉള്ളൂ. ഇനി എന്താണ് ലെൻസ് ഇക്വേഷൻ? ലെൻസ് ഇക്വേഷൻ ഡീൽസ് വിത്ത് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെയാണ്? ഫോക്കൽ ലെങ്ത്, അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ഒബ്ജക്ട് ആൻഡ് പൊസിഷൻ ഓഫ് ഇമേജ്. ഓക്കെ, അപ്പൊ എനിക്ക് ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഉപയോഗിച്ച് ഒരു ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവർ മൂന്നാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആര് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ ലെൻസ് ഇക്വേഷൻ ഡീൽ ചെയ്യുന്നത്. സോ എന്താണ് ലെൻസ് ഇക്വേഷൻ? 1/f = 1/v - 1/u. ഓക്കെ, സോ 1/f = 1/v - 1/u. നമുക്കപ്പോ നമ്മുടെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? uv/u - v എന്ന് എഴുതാം. സോ 1/f = 1/v - 1/u ആണ് നമ്മുടെ ലെൻസ് ഇക്വേഷൻ. സോ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്തായി? uv/u - v ആയി. സോ എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. എത്ര മാഗ്നിഫൈഡ് ചെയ്തിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് 3 സെന്റിമീറ്റർ ആയിരുന്നു. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയായി? ഞാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടി 9 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെ എത്രയാണ്? 3 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി? മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് എത്ര മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ആ പെർട്ടിക്കുലർ ലെൻസ് എനിക്ക് തരാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ എനിക്ക് മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യാം. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ക്ലിയർ ആണല്ലോ? നമുക്കതിനെ v/u എന്നും കൂടെ എഴുതാം. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു v/u. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ എന്താണ് ലെൻസിന്റെ പവർ? സോ പവർ എന്ന് പറയുന്നത് എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ
കോൺവെക്സ് ലെൻസിലാണെങ്കിൽ എന്തായിരിക്കും എബിലിറ്റി ടു കൺവേർജ് ലൈറ്റ് റേസ്, കോൺകേവിലാണെങ്കിൽ എബിലിറ്റി ടു ഡൈവേർജ്. അപ്പൊ ആ ലെൻസിന് അതിൽ പതിക്കുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിക്കാനോ ഡൈവേർജ് ചെയ്യിക്കാനോ ഉള്ള അതിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. സോ പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. സോ പവർ ഇസ് ഈക്വൽ ടു 1/f ആണ്. യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ ആണ്. ഡി എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ച് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു കോൺവെക്സ് ലെൻസ്, ഒരു കൺവേർജിങ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ബിക്കോസ് ദ ലൈറ്റ് റേസ് ആക്ച്വലി കൺവേർജ് ഓൺ ദി അതർ സൈഡ്. അപ്പൊ എന്താണ്, നമ്മൾ ലൈറ്റ് റേസിന്റെ സെയിം ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താ, ഈ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയി. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുമ്പോൾ പവറും പോസിറ്റീവ് ആയി. അപ്പോൾ ഫോർ എ കോൺവെക്സ് ലെൻസ് അതിന്റെ പവർ പോസിറ്റീവ് ആണ്. ഇനി കോൺകേവ് ആണെങ്കിലോ, കോൺകേവ് ആവുമ്പോൾ എന്താണ്, ദ ലൈറ്റ് റേസ് അപ്പിയേഴ്സ് ടു ഡൈവേഴ്സ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ദി സെയിം സൈഡ് അല്ലേ. അപ്പൊ എന്താണ്, ഞാൻ ലൈറ്റ് റേസ് ഇങ്ങനെയാണെങ്കിൽ എന്റെ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് എങ്ങനെയായിരിക്കും, ഇപ്പുറത്തേക്ക് ആയിരിക്കും. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആവുമ്പോൾ ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എന്താണ്, പവർ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവുമാണ്. ഓക്കെ, സോ ലെൻസിന്റെ പോർഷൻസ് ബേസിക്സ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നോക്കാനുണ്ട്. ഓക്കെ, സോ ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സോ എന്താണ്, നമുക്ക് വളരെ 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 സ്മോളർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിൽ 2 കോൺവെക്സ് ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഐ പീസ് ലെൻസ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. ഐ പീസ് ലെൻസ് എന്താണ്, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവറിന്റെ ക്ലോസ് ആയിട്ടുള്ള ലെൻസ് ആണ് ഐ പീസ് ലെൻസ്. അത് ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനോട് ക്ലോസർ ആയിട്ടുള്ള ലെൻസ് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ ബേസിക്സ്. ഇനി ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആദ്യം നമ്മുടെ ഈ പോർഷനിൽ വെക്കുന്നു. നിങ്ങളുടെ സ്കൂളൊക്കെ ഉണ്ടാവും. ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നു, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടുത്ത് വെക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിയോണ്ട് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ഫോക്കസിന് ജസ്റ്റ് ബിയോണ്ട് ആയിട്ട് ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഇതിന്റെ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റിന്റെ റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ഈ ഇമേജ്, 2 ലെൻസ് ഉണ്ടല്ലോ, ഈ ഇമേജ് എന്ത് ചെയ്യും, ഇറ്റ് ആക്ട് ആസ് ദി ഒബ്ജക്റ്റ് ഓഫ് ഐ പീസ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന റിയൽ ഇൻവേർട്ടഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് എന്ത് ചെയ്യും, അത് ഐ പീസിനുള്ള ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഐ പീസ് എന്ത് ചെയ്യും, അത് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് ഉപയോഗിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഐ പീസ് ലെൻസ് ഇതിന്റെ ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡയഗ്രം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടുത്ത് ഒബ്ജക്റ്റ് വെക്കുന്നു, അത് അതിന്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യുന്നു, റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നു. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഇത് നമ്മുടെ ഐ പീസ് ലെൻസിനുള്ള ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. വിർച്വൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ഐ പീസ് ലെൻസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റിന്റെ റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നു. ആ ഇമേജ് ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഐ പീസ് എന്നിട്ട് അതിന്റെ വിർച്വൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു ഇമേജ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജുകൾ, വെരി ഹൈ മാഗ്നിഫിക്കേഷൻ ആണ് അല്ലെ. നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും, അത്രയും മാഗ്നിഫിക്കേഷൻ പോസിബിൾ ആണ്. ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് ടൈനി ഒബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്നു. ദെൻ സൂട്ടബിൾ ഫോർ സ്റ്റഡിങ്, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. ഓക്കെ, ലിമിറ്റേഷൻ എന്താണ്, എക്സ്പെൻസീവ് ആണ്, കെയർഫുൾ ഫോക്കസിങ് ആവശ്യമാണ്, കനോട്ട് ബി യൂസ്ഡ് ഈസിലി വിത്തൗട്ട് പ്രോപ്പർ ഇല്ലുമിനേഷൻ. പ്രോപ്പർ ഇല്ലുമിനേഷൻ ഇല്ലാണ്ട് നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് വന്ന് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ്. ടെലിസ്കോപ്പ് ഒക്കെ ആക്ച്വലി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ടെലിസ്കോപ്പ് ഇസ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഒബ്സർവ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്. നമ്മുടെ സ്റ്റാർസ്, പ്ലാനറ്റ്സ്, മൗണ്ടൻസ് ഒക്കെ പോലെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ പീസ് ലെൻസ് ഉണ്ട്, സെയിം പരിപാടി തന്നെയാണ്. എന്താണ്, ലൈറ്റ് ഫ്രം ഡിസ്റ്റന്റ് ഒബ്ജക്ട് എൻറ്റേഴ്സ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് ആസ് നിയർലി പാരലൽ റേസ്. സോ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് പാരലൽ റേസ് ആയിട്ട് എവിടെ എൻ്റർ ചെയ്യുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ എൻ്റർ ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഇതിന്റെ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ പാരലൽ ആയിട്ട് വരുന്നു, എവിടെ നിന്നാണ്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് പാരലൽ ആയിട്ട് വരുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് അതിന്റെ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യുന്നു.
ഈ ഇമേജ് എന്താണ്? ഒബ്ജക്ട് ഫോർ ഐ പീസ് ലെൻസ്. സോ ഐ പീസ് ലെൻസ് ഇതിനെ മാഗ്നിഫൈ ചെയ്യുന്നു ആൻഡ് പ്രൊഡ്യൂസ് എ വിർച്വൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഫൈനൽ ഇമേജ്. ഓക്കെ, സോ ഇതാണ് സംഭവം. സോ നമ്മുടെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനുള്ള ലൈറ്റ് വരുന്നു, ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ പാസ് ചെയ്തിട്ട് അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നു. ആ ഇമേജ് അടുത്ത ഐ പീസ് ലെൻസിലുള്ള ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ആണ്, അതുപോലെ തന്നെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും ആണ് നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സോ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ചലോ. സോ ഫിഗർ എൽ ഡിനോട്ട്സ് എ ലെൻസ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ആണ്? ഇതെന്താ അവിടെ സംഭവിക്കുന്നത്? ലെൻസിൽ വരുന്നു, ഡൈവേർജ് ചെയ്യുന്നു. സോ ഡൈവേർജിങ് ലെൻസ് ആരാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. സോ കോൺവെക്സ് ലെൻസ് ഫോംസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ഇമേജ് ആണ്. ബേസ്ഡ് ഓൺ ദിസ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. എ കോൺവെക്സ് ലെൻസ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. തെറ്റാണ്. കോൺവെക്സ് ലെൻസ് ഒരു കൺവേർജിങ് ലെൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് പോയി. ഇനി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദി ലെൻസ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഫോക്കസിനും ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് സെന്റർ. സോ ഒബ്ജക്റ്റ് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്? അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക, അല്ലേ? നോക്കൂ, ഡയഗ്രാം നോക്കൂ. ഒബ്ജക്റ്റ് എവിടെ വെച്ചു? ഫോക്കസിനും നമ്മുടെ ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, റിയൽ ഇമേജ് അല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റായി. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഫോക്കസിനും ലെൻസിനും വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിരിക്കില്ല, അത് വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ആയി. നമുക്ക് നോക്കാം. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് 2f. സോ എഫിനും 2fനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ ഫോം ചെയ്യും? ബിയോണ്ട് 2f ഫോം ചെയ്യും. അത് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് എൻലാർജ്ഡ് ആയിരിക്കും, അല്ലേ? എഫ് ആൻഡ് 2f, ബിയോണ്ട് 2f, എൻലാർജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ഫോക്കസ്. ഫോക്കസിൽ വെച്ച സമയത്ത് ഇൻഫിനിറ്റിയിൽ പോയിട്ട് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ 3 and 4 ഇസ് ദി കറക്റ്റ് ആൻസർ. ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് പ്ലസ് 20 cm. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഒന്നും നോക്കാനില്ല, കോൺവെക്സ് ലെൻസ് ആണ് ഇത്, അല്ലെ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. വാട്ട് ഈസ് ദി പവർ? പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. സോ 20 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0.2 ആണ്. സോ 20 cm ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. സോ എന്താണ് ആൻസർ? 5 ഡയോപ്റ്റർ ആണ്. പ്ലസ് 5 ഡയോപ്റ്റർ ആണ് നമ്മുടെ ഈ ലെൻസിന്റെ പവർ ആയിട്ട് വരുന്നത്. ഓക്കെ, a lens forms an erect and magnified image of an object. What type of lens is this? എന്താണ്? റിയൽ ലെൻസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ്? മാഗ്നിഫൈഡ് ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. മാഗ്നിഫൈഡ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോംഡ്? കോൺവെക്സ് ലെൻസിൽ അപ്രൈറ്റ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുമ്പോൾ അത് വിർച്വൽ ഇമേജ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. വിർച്വൽ ഇമേജ് ആയിട്ട് ഫോം ചെയ്യുന്നു. നമ്മൾ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ വെക്കുന്നു. വിർച്വൽ ആണ്, അപ്രൈറ്റ് ആണ് ആൻഡ് മാഗ്നിഫൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് ഓഫ് എ ക്യാമറ ലെൻസ് ഈസ് 10 cm. We have to take the photograph of the object 50 cm away from the lens of the camera. With the help of a ray diagram drawn, find out what distance from the lens should the film be placed. And ചോദിച്ചിട്ടുള്ളത്. So okay, camera lens ആണ്, convex lens ആണ്. So focal length will be plus 10 cm and object എവിടെ വെച്ചുള്ളത്? Object is equal to minus 50 cm. So നമുക്ക് ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 1/f is equal to 1/v minus 1/u. So 1/v is equal to 1/f plus 1/u. So എന്താണ് 1/f? 1/10 plus 1/-50. So minus 1/50 ആണ്. So 1/v is equal to എത്ര കിട്ടും? So 4/50 വരും. Or we can write it as 2/25. So v is equal to 25/2 is equal to 12.5 cm ആണ് നമ്മുടെ എന്ത് വരുന്നത്? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, 12.5 ആണ്. ഇതിന്റെ റേ ഡയഗ്രാം നിങ്ങൾ വരച്ചു നോക്കുക. ഓക്കെ,
ഇനി you can see objects magnified using a magnifying lens, right? Where should an object be placed in front of a lens used as a magnifier to see an enlarged erect image? എവിടെയാണ് വെക്കേണ്ടത്? Between F and optic center. മാഗ്നിഫൈഡ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ എവിടെ വെച്ചാലാണ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ വെച്ചാലാണ്. ഇനി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നിങ്ങൾ ഡയഗ്രാം പഠിക്കുക, വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്, an object OB is placed between focus and convex lens. Again, same question. If the height of the object is 3 cm and height of the image is 9 cm, find the magnification. എളുപ്പമല്ലേ? മാഗ്നിഫിക്കേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജെക്ട്. സോ 9/3 = 3 ആണ് നമ്മുടെ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി ക്യാൻ യു പ്രൊജക്ട് ദ ഇമേജ് ഓൺ ദ സ്ക്രീൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇല്ല, ഇമേജ് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എവിടെയാണ്? എഫിനും ഓയ്ക്കും ഇടയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണ്? നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. ഇറക്റ്റ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആണ് കിട്ടുക. അത് കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് അത്രയേ ഉള്ളൂ.